നമസ്കാരം, ഏവർക്കും ചെറിയമുണ്ടം ഗവൺമെൻറ് ITയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വോൾട്ടേജ് സ്റ്റെബിലൈസർ ആൻഡ് UPS. അതിൽ വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സിനെ കുറിച്ച് നോക്കാം. വോൾട്ടേജ് സ്റ്റെബിലൈസർ നമ്മൾ വീടുകളിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ ഡിവൈസാണ്. വോൾട്ടേജിനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫംഗ്ഷൻ. വിച്ച് പ്രൊവൈഡ്സ് constant output voltage irrespective of the variation in the input supply. ഇൻപുട്ട് സപ്ലൈയിൽ എന്ത് വേരിയേഷൻ സംഭവിച്ചാലും ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ ഫംഗ്ഷൻ. അതുപോലെ തന്നെ ഇൻപുട്ട് വോൾട്ടേജിൽ വളരെ വലിയ വേരിയേഷൻ സംഭവിച്ചാൽ, വളരെ കൂടിയാലും അതുപോലെ വളരെ കുറഞ്ഞാലും സർക്യൂട്ട് ഡിസ്കണക്ട് ചെയ്ത് സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് കൂടി ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ ഫംഗ്ഷനാണ്. നമ്മൾ സാധാരണ ഒരു ഡിവൈസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അത് ഒപ്റ്റിമം എഫിഷ്യൻസി അതുപോലെ മാക്സിമം കാലം അത് നിലനിൽക്കണമെങ്കിൽ നമ്മളതിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സപ്ലൈ വോൾട്ടേജ് അതിൻ്റെ റേറ്റഡ് വോൾട്ടേജിനേക്കാളിലും 5% കൂടാനോ അതുപോലെ കുറയാനോ പാടില്ല ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. ഇതാണ് ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ബ്ലോക്ക് ഡയഗ്രാം. ദിസ് ഈസ് ദി സ്റ്റെബിലൈസർ പാർട്ട്. ഇൻപുട്ട് വോൾട്ടേജ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റുകളിൽ വോൾട്ടേജ് സ്റ്റേബിൾ, ലോ വോൾട്ടേജ് അതുപോലെ ഹൈ വോൾട്ടേജ് കൊണ്ടുള്ള എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ഇൻകാൻഡസ് ലാമ്പ് ആണെങ്കിൽ, നമ്മുടെ സാധാ വീട്ടിൽ ഉപയോഗിക്കുന്ന ലാമ്പുകൾ ആണെങ്കിൽ ലോ വോൾട്ടേജ് കാരണം അവിടെ എഫിഷ്യൻസി കുറയും. ഹൈ വോൾട്ടേജ് കാരണം അവയുടെ ലൈഫ് കുറയാൻ കാരണമാകും. അതുപോലെ ഹൈ വോൾട്ടേജ് വളരെയധികം കൂടിയാൽ ലാമ്പ് ഫ്യൂസ് ആവാൻ കാരണമാവും. ഇനി ഫ്ലൂറസൻ ലാമ്പ് ആണെങ്കിൽ വോൾട്ടേജ് കുറവാണെങ്കിൽ ലാമ്പ് ലൈറ്റപ്പ് ചെയ്യില്ല. ഇനി ഹൈ വോൾട്ടേജ് ആണെങ്കിലോ അവയുടെ ലൈഫ് കുറയും. ട്യൂബ്, ചോക്ക് എന്നിവയുടെ ലൈഫ് കുറയും. ഇനി ഇലക്ട്രിക്കൽ സ്റ്റൗ, ഇലക്ട്രിക്കൽ അയൺ, വാട്ടർ ഹീറ്റർ, ടോസ്റ്റർ തുടങ്ങിയിട്ടുള്ള ഹീറ്റിംഗ് ലോഡുകളാണെങ്കിൽ ലോ വോൾട്ടേജ് കാരണം അവയുടെ ഹീറ്റിംഗ് ടൈം കൂടാൻ കാരണമാവും. അതുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് കുറവായിരിക്കും. ഇനി ഹൈ വോൾട്ടേജ് ആണെങ്കിലോ അവയുടെ ലൈഫ് കുറയും, ഹീറ്റിംഗ് എലമെൻറ്റുകളുടെ ലൈഫ് കുറയും. ഇനി ഹൈ വോൾട്ടേജ് വളരെയധികം കൂടിയാൽ ഹീറ്റിംഗ് എലമെൻറ്റ്സ് കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഫാന്, വാക്യൂം ക്ലീനർ എന്നിവ ആണെങ്കിൽ ലോ വോൾട്ടേജ് കാരണം അവയുടെ എഫിഷ്യൻസി കുറയും, ഹൈ വോൾട്ടേജ് കൊണ്ട് അവയുടെ ലൈഫ് കുറയും. ഈ വാഷിംഗ് മെഷീൻസ്, റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷൻസ് തുടങ്ങിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണെങ്കിൽ അവയിൽ ഉപയോഗിക്കുന്ന മെയിൻ ലോഡ് എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ മോട്ടോറാണ്. ഈ ലോ വോൾട്ടേജ് കാരണം ഇലക്ട്രിക്കൽ മോട്ടോർ സപ്ലൈയിൽ നിന്ന് കൂടുതൽ കറണ്ട് എടുക്കും. അത് മോട്ടോറിൻ്റെ കോയിൽസ് ഓവർ ഹീറ്റ് ആവാൻ കാരണമാവും. അത് കുറേ സമയം തുടർന്നാൽ മോട്ടോർ കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഹൈ വോൾട്ടേജ് ആണെങ്കിലോ മോട്ടോറിൻ്റെ ഇൻസുലേഷൻ ഫെയിലാവും. അതുപോലെ എക്സസ് കറണ്ട് എടുക്കുകയാണെങ്കിൽ അവയുടെ വൈൻഡിങ്സ് കത്താൻ കാരണമാവും. ഇനി റേഡിയോ, ടെലിവിഷൻ സെറ്റ് തുടങ്ങിയിട്ടുള്ള ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ആണെങ്കിൽ ലോ വോൾട്ടേജ് കാരണം പുവർ ക്വാളിറ്റി ഓഫ് റിസപ്ഷൻ, കേൾക്കുന്ന സൗണ്ട്, അതുപോലെ പിക്ചേഴ്സ് തുടങ്ങിയിട്ടുള്ള അവയുടെ ക്വാളിറ്റി കുറവായിരിക്കും, ക്ലിയർ കുറവായിരിക്കും. ഇനി ഹൈ വോൾട്ടേജ് ആണെങ്കിൽ അവയുടെ ലൈഫ് കുറയും. അതുകൊണ്ട് തന്നെ ഈ വേരിയസ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്റ്റെബിലൈസേഴ്സ് ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് നമ്മൾ ഈ ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമുക്ക് വേരിയസ് ടൈപ്പ് ഓഫ് സ്റ്റെബിലൈസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 3 ടൈപ്പ് വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സ് ആണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് സ്റ്റെപ്പ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസർ, അവയിൽ 2 ടൈപ്പ് ഉണ്ട്, മാനുവൽ അതുപോലെ ഓട്ടോമാറ്റിക് റിലേ ടൈപ്പ്. രണ്ടാമത്തത് സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസർ ആൻഡ് തേർഡ് വൺ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ. നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം.
സ്റ്റെപ്പ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസർ മാനുവൽ. ഒരു മാനുവൽ ടൈപ്പ് സ്റ്റെപ്പ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസറിലുള്ള പ്രധാന കമ്പോണൻസ് ഒന്നൊരു ഓട്ടോ ട്രാൻസ്ഫോമറാണ്. അവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഇനിയൊരു മാനുവലി ഓപ്പറേറ്റഡ് സ്വിച്ച്. ഈ സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഓട്ടോ ട്രാൻസ്ഫോമറിലേക്കുള്ള സപ്ലൈ വേരി ചെയ്യുന്നത് ഈ മാനുവലി ഓപ്പറേറ്റഡ് സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ്. ഇനി ഒരു വോൾട്ട് മീറ്റർ ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എക്യുപ്മെൻറ്റ് വോൾട്ടേജിൻ്റെ റേറ്റഡ് വോൾട്ടേജ് തന്നെയാണെങ്കിൽ നമുക്ക് സ്റ്റെബിലൈസറിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇവിടെ ഈ S1 എന്നുള്ള സ്വിച്ച് മാനുവൽ മോഡിലേക്ക് മാറ്റും. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഡയറക്റ്റ് ഔട്ട്പുട്ടിലേക്ക് വരും. ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് എക്യുപ്മെൻറ്റ് വോൾട്ടേജിനെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ നമുക്ക് സ്റ്റെബിലൈസർ ഉപയോഗിച്ചിട്ട് വോൾട്ടേജ് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ S1 എന്നുള്ള സ്വിച്ച് രണ്ടാമത്തെ മുകളിലുള്ള ഈ ഒരു പോയിന്റിലേക്ക് മാറ്റും. നമുക്ക് ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ മാനുവലി ഓപ്പറേറ്റഡ് സ്വിച്ച് ഈ ഡൗൺ 1, ഡൗൺ 2 എന്നീ പോയിന്റിലേക്ക് മാറ്റും. അപ്പോൾ എന്താ സംഭവിക്കുക? ഡൗൺ 1ലേക്ക് മാറ്റുമ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് സൈഡിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലും ഔട്ട്പുട്ട് സൈഡിൽ നമ്പർ ഓഫ് ടേൺസ് കുറവും ആയിട്ട് വരും. ആ സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യും. ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് റേറ്റഡ് വോൾട്ടേജിനെക്കാട്ടിലും കുറവാണെങ്കിൽ നമ്മൾ ഈ മാനുവലി ഓപ്പറേറ്റഡ് സ്വിച്ച് അപ്പ് 1, അപ്പ് 2, അപ്പ് 3, അപ്പ് 4 എന്നീ പോയിന്റുകളിലേക്ക് മാറ്റും. അപ്പ് 1 ആവുന്ന സമയത്ത് ഇൻപുട്ട് സൈഡിലുള്ള നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, ഔട്ട്പുട്ട് സൈഡിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. അപ്പോൾ ഈ ഓട്ടോ ട്രാൻസ്ഫോമർ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ പോലെ വർക്ക് ചെയ്യും. ഇനിയും വോൾട്ടേജ് കുറവാണെങ്കിൽ നമ്മൾ അപ്പ് 2, അപ്പ് 3, അപ്പ് 4 എന്നീ പൊസിഷനിലേക്ക് മാറ്റാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ അപ്പ് 3ലാണെങ്കിൽ ഇൻപുട്ട് സൈഡിൽ നമ്പർ ഓഫ് ടേൺസ് വളരെയധികം കുറവാണ്, ഔട്ട്പുട്ട് സൈഡിൽ നമ്പർ ഓഫ് ടേൺസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഉയർന്ന വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ട് സൈഡിൽ കിട്ടും. ഈ ഒരു രീതിയിലാണ് നമ്മൾ മാനുവൽ സ്റ്റെപ്പ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സ്റ്റെപ്പ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസർ ഓട്ടോമാറ്റിക് റിലേ ടൈപ്പ്. ഒരു ഓട്ടോമാറ്റിക് റിലേ ടൈപ്പ് സ്റ്റെപ്പ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസറിൽ വോൾട്ടേജ് റെഗുലേഷൻ നടത്തുന്നത് റിലേസിനെ സ്വിച്ച് ചെയ്തിട്ടാണ്. അപ്പോൾ അവിടെ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ടാവും. ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലേക്ക് നമ്മൾ ഇൻപുട്ട് സപ്ലൈ കൊടുക്കും. സെക്കൻഡറിയിൽ വ്യത്യസ്ത ടാപ്പിങ്സ് ഉണ്ടാവും. അവയിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് സപ്ലൈ കൊടുക്കുന്നത്. ഇനി ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ റെഫറൻസ് വോൾട്ടേജിനാണെങ്കിലും കുറവാണെങ്കിൽ റിലേ ബൂസ്റ്റിംഗ് ഓപ്പറേഷൻ സെലക്ട് ചെയ്യും. അപ്പോൾ ടാപ്പിങ്സ് കൂടിയ ഭാഗം ലോഡിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ ലോഡിലുള്ള വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് റെഫറൻസ് വാല്യൂവിനെക്കാട്ടിലും കുറവാണെങ്കിൽ റിലേ ബക്കിംഗ് ഓപ്പറേഷൻ സെലക്ട് ചെയ്യും. അപ്പോൾ ഈ ടാപ്പിങ്സ് കുറഞ്ഞ ടെർമിനൽ ലോഡിലേക്ക് കണക്ട് ചെയ്യും. അതാണ് ഒരു ഓട്ടോമാറ്റിക് റിലേ ടൈപ്പ് സ്റ്റെപ്പ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ ബേസിക് ഫങ്ഷൻ. ഇതിൽ റിലേസ് അതുപോലെ ട്രാൻസ്ഫോമർ ടോറോയിഡൽ ടൈപ്പ് ആവാം, അല്ലെങ്കിൽ അയൺ കോർ ട്രാൻസ്ഫോമർ ആവാം. ടോറോയിഡൽ ടൈപ്പ് എന്ന് വെച്ചാൽ റൗണ്ട് ആയിട്ടുള്ള കോറുള്ള നമ്മളെ ഓട്ടോ ട്രാൻസ്ഫോമറിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു കോറിനെ പറയുന്ന പേരാണ് ടോറോയിഡൽ. ഇത്തരം ട്രാൻസ്ഫോമേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ അതിൻ്റെ കൂടെ ഇലക്ട്രോണിക് സർക്യൂട്ട് കൺട്രോൾ സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്യും. ഇലക്ട്രോണിക് സർക്യൂട്ടിൽ റെക്ടിഫയർ സർക്യൂട്ട് ഉണ്ടാവും, ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉണ്ടാവും, മൈക്രോ കൺട്രോളേഴ്സ് എക്സെട്ര. അത്തരം കമ്പോണൻസ് ആണ് ഉണ്ടാവുക. ഈ ഇലക്ട്രോണിക് സർക്യൂട്ട് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജിനെ റെഫറൻസ് വാല്യൂമായിട്ട് കമ്പയർ ചെയ്യും. ഈ വോൾട്ടേജ് റെഫറൻസ് വാല്യൂവിനെക്കാട്ടിലും കുറവാണ് അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ കറസ്പോണ്ടിങ് റിലേ ഡിസയേർഡ് ടാപ്പിങ്ങിനെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യും. ഇതാണൊരു
ഓട്ടോമാറ്റിക് വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, ഒരു അൺസ്റ്റെബിലൈസ്ഡ് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ്, കൺട്രോൾ സർക്യൂട്ട്, സ്റ്റെബിലൈസ്ഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഈ റെഫറൻസ് വാല്യൂമായിട്ട് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് കമ്പയർ ചെയ്യും. കൺട്രോൾ സർക്യൂട്ട് അതിനനുസരിച്ച് ഏത് റിലേ ആണോ ആക്ച്വേറ്റ് ചെയ്യേണ്ടത് ആ റിലേനെ ആക്ച്വേറ്റ് ചെയ്യും. അതിനനുസരിച്ച് റിലേ ഏത് ടാപ്പിംഗ് ആണോ എന്നത് സെലക്ട് ചെയ്ത് അത് വ്യത്യസ്ത ടൈപ്പ് ഇലക്ട്രോണിക് സർക്യൂട്ട് സർക്യൂട്ട് അതുപോലെ 1 മുതൽ 3 വരെ റിലേസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്റ്റെപ്പ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സ് അവൈലബിൾ ആണ്. അവ ഔട്ട്പുട്ട് വോൾട്ടേജിനെ 200 മുതൽ 240 വോൾട്ടിൻ്റെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നമ്മൾ സ്റ്റെബിലൈസേഴ്സ് റേറ്റ് ചെയ്യുന്നത് KVA റേറ്റിങ്ങിലാണ്. 1 KVA റേറ്റിംഗ് ഉള്ള സ്റ്റെബിലൈസറിൻ്റെ ഇൻപുട്ട് 170 മുതൽ 270 വരെ വോൾട്ട് ആവാം. അതുപോലെ 0.5 KVA ഉള്ള ഒരു സ്റ്റെബിലൈസറിൻ്റെ ഇൻപുട്ട് 135 മുതൽ 260 വോൾട്ട് വരെ ആവാം. ഈ 135 മുതൽ 260 വോൾട്ട് വരെ ഇൻപുട്ട് സപ്ലൈ അത്രയും വേരി ചെയ്താലും ഔട്ട്പുട്ട് വോൾട്ടേജ് 200 മുതൽ 240 വരെ വോൾട്ടേജിൻ്റെ ഉള്ളിൽ സ്റ്റെബിലൈസേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യും. നമ്മൾ ഇത്തരം സ്റ്റെബിലൈസേഴ്സ് ചെറിയ റേറ്റിംഗ് ഉള്ള അപ്ലയൻസസിലാണ് യൂസ് ചെയ്യുന്നത്. റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷനേഴ്സ്, TV, VCR എന്നിവയിലൊക്കെ ഇവ യൂസ് ചെയ്യുന്നു. ഇവയ്ക്ക് ലൈറ്റ് വെയ്റ്റ് ആണ്, അതുപോലെ ലോ കോസ്റ്റ് എന്നിവയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. മറ്റൊരു ടൈപ്പ് സ്റ്റെബിലൈസറാണ് സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസർ. സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറിൽ ടോറോയിഡൽ ഓട്ടോ ട്രാൻസ്ഫോമറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സർക്കുലാർ കോറുള്ള ഓട്ടോ ട്രാൻസ്ഫോമർ. അതിൻ്റെ കൂടെ സർവോ മോട്ടോറിനെ ഡ്രൈവൺ ചെയ്യാൻ വേണ്ടി സെൻസിങ് സർക്യൂട്ട്. ഈ സെൻസിങ് സർക്യൂട്ടുകൾ വോൾട്ടേജിന് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് അതുപോലെ പ്രീസെറ്റ് ചെയ്ത വോൾട്ടേജിലുള്ള ഡിഫറൻസ് സെൻസിങ് സർക്യൂട്ടുകൾ സെൻസ് ചെയ്യുന്നു. ഇത് സർവോ മോട്ടോറിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ആ ഡിഫറൻസ് ഇൻ വോൾട്ടേജ് ഉപയോഗിക്കുന്നു. അതിൻ്റെ കാരണമായി ഈ സെർവോ മോട്ടോർ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറിൽ വോൾട്ടേജ് കറക്റ്റ് ചെയ്യുന്നത്. സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറിൽ 3 ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാവും. ദാറ്റ് ഫങ്ഷൻ അലോങ് വിത്ത് കൺട്രോൾ സർക്യൂട്ട് ആൻഡ് സെർവോ മോട്ടോർ. നമുക്കതിൻ്റെ സർക്യൂട്ടും അതുപോലെ ഫങ്ഷൻസും നോക്കാം. ഇതാണൊരു സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. There are 3 transformers, continuously variable toroidal auto transformer T1, ഒരു ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമർ T2. ബക്ക് എന്ന് വെച്ചാൽ സ്റ്റെപ്പ് ഡൗൺ, ബൂസ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റെപ്പ് അപ്പ്. പിന്നെ ഒരു വോൾട്ടേജ് റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന കൺട്രോൾ സർക്യൂട്ട് റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ T3. ഇനി ഇതിൻ്റെ ഫങ്ഷൻ നോക്കാം. ഔട്ട്പുട്ട് വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനെക്കാട്ടിലും കുറവാണെങ്കിൽ ഈ കൺട്രോൾ സർക്യൂട്ട് ഈ സ്വിച്ചിനെ R എന്നുള്ള പോയിന്റിലേക്ക് കണക്റ്റ് ചെയ്യും. അപ്പോൾ ഈ സർവോ മോട്ടോർ റിവേഴ്സ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ വേരിയബിൾ ടാപ്പ് ആം താഴോട്ട് നീങ്ങും. ആ സമയത്ത് ഈ ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യും. ഈ ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ എങ്ങനെയാണുള്ളത്? ഇതിൻ്റെ ഒരു ടെർമിനൽ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ടെർമിനൽ ഈ വേരിയബിൾ ടാപ്പ് ആമിനാണുള്ളത്. അപ്പോൾ താഴോട്ട് നീങ്ങുന്ന സമയത്ത് ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ലഭിക്കുന്നത് ഈ ഇൻപുട്ട് വോൾട്ടേജ് പ്ലസ് ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വോൾട്ടേജ് ആണ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കറക്റ്റ് ചെയ്ത് കിട്ടും. ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് റഫറൻസ് വോൾട്ടേജിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ഈ സ്വിച്ച് F എന്നുള്ള പോയിന്റിൽ കണക്ട് ചെയ്യും. അപ്പോൾ മോട്ടോർ ഫോർവേഡ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ വേരിയബിൾ ടാപ്പ് ആം
മുകളിലോട്ട് നീങ്ങും. ആ സമയത്ത് ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമറിലെ നമ്പർ ഓഫ് ടേൺസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇതിൽ സെക്കൻഡറി വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ സമ്മേഷൻ കുറവായിരിക്കും. ഇനി റഫറൻസ് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും ഈക്വൽ ആണെങ്കിൽ ഈ കൺട്രോൾ സർക്യൂട്ട് സർവോ മോട്ടറിനെ സ്വിച്ച് ഓഫ് ചെയ്യിക്കും. അപ്പോൾ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് തന്നെ ഔട്ട്പുട്ട് ടെർമിനലിലും കിട്ടും. ഇതാണ് സർവോ മോട്ടോറിൻ്റെ സർവോ സ്റ്റെബിലൈസറിൻ്റെ ഫങ്ഷൻ. സർവോ സ്റ്റെബിലൈസർ അക്യുറേറ്റ് ആണ്, അതുപോലെ കോസ്റ്റ്ലിയർ ആണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ്ലിയർ എക്യുപ്മെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടേഴ്സ്, സിറോക്സ് മെഷീൻ, മെഡിക്കൽ, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് എന്നിവയിലാണ് നമ്മൾ സർവോ സ്റ്റെബിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത്. കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് ഫെറോ റെസൊണൻസ് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്. ദി വേരിയേഷൻ ഇൻ ദി പ്രൈമറി ഫ്ലക്സ് വിത്ത് ആൻ അൺസാച്ചുറേറ്റഡ് അയൺ കോർ ഡസ് നോട്ട് എഫക്ട് ദി സെക്കൻഡറി ഫ്ലക്സ് വിത്ത് എ സാച്ചുറേറ്റഡ് അയൺ കോർ. അതായത് അൺസാച്ചുറേറ്റഡ് അയൺ കോറിലുള്ള പ്രൈമറി വൈൻഡിങ്, അതിൽ വോൾട്ടേജ് വേരി ചെയ്യുമ്പോൾ പ്രൈമറി ഫ്ലക്സ് വേരി ചെയ്യുന്നു. ആ പ്രൈമറി ഫ്ലക്സിലുള്ള വേരിയേഷൻ സാച്ചുറേറ്റഡ് കോറിൽ വൈൻഡ് ചെയ്തിട്ടുള്ള സെക്കൻഡറി ഫ്ലക്സിനെ എഫക്റ്റ് ചെയ്യില്ല എന്നതാണ് ഈ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ. അത് നമുക്ക് നോക്കാം. അതായത് സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഇൻഡിപെൻഡൻ്റ് ഓഫ് വോൾട്ടേജ് ഇംപ്രസ്ഡ് അപ്പോൺ ദി പ്രൈമറി വൈൻഡിങ്. സെക്കൻഡറിയിലെ വോൾട്ടേജ്, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ്, അതായത് പ്രൈമറി വോൾട്ടേജിലുള്ള വേരിയേഷനുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. പ്രൈമറി സൈഡിലുള്ള വോൾട്ടേജിൽ വേരിയേഷൻ സംഭവിച്ചാലും സെക്കൻഡറി വോൾട്ടേജിൽ വേരിയേഷൻ സംഭവിക്കില്ല എന്നുള്ളതാണ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. ഇതിൽ 2 വൈൻഡിങ്സ് ഉണ്ടാവും. These are loosely coupled. These are wound on separate section of the transformer core. ഈ ഒരു ട്രാൻസ്ഫോമർ കോറിൻ്റെ സെപ്പറേറ്റ് സെക്ഷനിലാണ് നമ്മൾ ഈ പ്രൈമറി വൈൻഡിങ്ങും അതുപോലെ സെക്കൻഡറി വൈൻഡിങ്സും വൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇവയ്ക്കിടയിൽ സെപ്പറേറ്റ് ഷണ്ട് പാത്തുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഷണ്ട് പാത്തിൽ ഒരു എയർ ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെക്കൻഡറി സൈഡിൽ സെക്കൻഡറി വൈൻഡിങ്സിന് പാരലായിട്ട് ഒരു കപ്പാസിറ്ററും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്തു. വോൾട്ടേജ് നമ്മൾ 0യിൽ നിന്ന് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ അവിടെ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫ്ലക്സ് ഈ ട്രാൻസ്ഫോമറിൻ്റെ ലോവർ ഹാഫിലൂടെ പാസ് ചെയ്യും. കാരണം ഈ ഷണ്ട് പാത്തിലൂടെ പാസ് ചെയ്യില്ല, കാരണം ഇവിടെ എയർ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എയറിനെക്കാട്ടിലും റിലക്റ്റൻസ് കുറവായിരിക്കും ഈ ട്രാൻസ്ഫോമർ കോറിന്. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ കോറിലൂടെയാണ് ഈ ഫ്ലക്സ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലക്സിലാണ് നമ്മുടെ ഈ വേരിയബിൾ ഫ്ലക്സിലാണ് നമ്മൾ സെക്കൻഡറി വൈൻഡിങ് കിടക്കുന്നത്. അപ്പോൾ സെക്കൻഡറി വൈൻഡിങ്ങിൽ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും പ്രൊപ്പോർഷണൽ ടു പ്രൈമറി വോൾട്ടേജ്. ആ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് ഒരു പോയിൻ്റ് എത്തുന്ന സമയത്ത് ഈ സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ ഇമ്പിഡൻസും ഈ കപ്പാസിറ്ററിൻ്റെ ഇമ്പിഡൻസും ഈക്വൽ ആവും. ദാറ്റ് ഈസ് XL = XC. ആ കണ്ടീഷനെ നമ്മൾ റെസണൻസ് എന്ന് വിളിക്കും. റെസണൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാം XL = XC. അപ്പോൾ സർക്യൂട്ടിലെ ടോട്ടൽ ഇമ്പിഡൻസ് ഏറ്റവും കുറയും. കാരണം ഇമ്പിഡൻസ് √R² + XL - XC². അപ്പോൾ XL = XC ആകുമ്പോൾ XL - XC² 0 ആവും. അപ്പോൾ ടോട്ടൽ ഇമ്പിഡൻസ് =
സർക്യൂട്ട് റെസിസ്റ്റൻസിന് ഈക്വൽ ആവും. അപ്പോൾ ഇമ്പിഡൻസ് ഏറ്റവും കുറഞ്ഞ കണ്ടീഷന് പറയുന്ന പേരാണ് റെസണൻസ്. അപ്പോൾ ഈ ഇമ്പിഡൻസ് കുറയുന്നത് കൊണ്ട് തന്നെ ഈ എൽ സി സർക്യൂട്ടിലൂടെ ഹൈ കറണ്ട് പാസ് ചെയ്യും. ആ ഹൈ കറണ്ട് കൊണ്ട് സെക്കൻഡറി വൈൻഡിങ്സിൽ ഒരു ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹൈ വോൾട്ടേജ് കാരണം ഈ സെക്കൻഡറി സൈഡിലെ ട്രാൻസ്ഫോമർ കോറ് സാച്ചുറേറ്റഡ് ആവും. ഈ സെക്കൻഡറി സൈഡിൽ ട്രാൻസ്ഫോമർ കോർ സാച്ചുറേറ്റഡ് ആയാൽ അത് പ്രൈമറി ഫ്ലക്സിൻ്റെ ഫർദർ എൻട്രിയെ പ്രിവെൻറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രൈമറി സൈഡിൽ ഫ്ലക്സ് വർദ്ധിക്കുകയാണെങ്കിൽ അത് ആ ഷണ്ട് പാത്തിലൂടെ പാസ് ചെയ്യും, ഈ സെക്കൻഡറി ഭാഗത്തേക്ക് വരില്ല. അതുകൊണ്ട് തന്നെ പ്രൈമറി സൈഡിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്താലും വളരെ ചെറിയ വോൾട്ടേജ് വേരിയേഷൻ മാത്രമേ സെക്കൻഡറി സൈഡിൽ ഉണ്ടാവുകയുള്ളൂ. ഇതാണ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ. ഈ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ SCRകൾ ഉപയോഗിച്ചിട്ടുള്ള എക്യുപ്മെൻറ്റുകൾ, അതുപോലെ ഇൻഡക്ടർ, കപ്പാസിറ്റർ എന്നിവ ഉപയോഗിച്ചിട്ടുള്ള എക്യുപ്മെൻറ്റുകൾ, AC സർക്യൂട്ടുകൾ, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഉപയോഗിച്ചുള്ള AC സർക്യൂട്ടുകൾ, അതുപോലെ ഹെവി കറണ്ട് എടുക്കുന്ന മോട്ടോറുകൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റുകൾ അവയിലൊന്നും യൂസ് ചെയ്യാൻ സൂട്ടബിൾ അല്ല. TVs, കമ്പ്യൂട്ടേഴ്സ്, ഫാക്സ് മെഷീൻസ് എന്നിവയിലൊക്കെ നമുക്ക് ഈ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാം. ഹൗ ടു ചൂസ് എ കറക്റ്റ് സൈസ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസർ. ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസർ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആദ്യം അപ്ലയൻസിൻ്റെ റേറ്റിംഗ് നോക്കണം. അപ്ലയൻസ് സാധാരണ കിലോ വാട്ട്സിലാണ് റേറ്റ് ചെയ്യുന്നത്. അതിന് പവർ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് KVA റേറ്റിംഗ് കിട്ടും. നമ്മൾ സ്റ്റെബിലൈസേഴ്സ് റേറ്റ് ചെയ്യുന്നത് KVAയിലാണ്, ട്രാൻസ്ഫോമർ റേറ്റിംഗ് പോലെ. അപ്പോൾ നമ്മളൊരു റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ എയർ കണ്ടീഷണർ, അതിൻ്റെ റേറ്റിംഗ് KVA റേറ്റിംഗ് 1 KVA ആണെന്ന് കണ്ടെത്തി. അപ്പോൾ നമ്മളൊരു സേഫ്റ്റി മാർജിൻ ഒരു 20% എക്സ്ട്രാ എടുക്കണം, അതായത് 200 വാട്ട്സ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 1200 വോൾട്ട് ആംപിയർ റേറ്റിംഗ് നമുക്ക് കിട്ടും. അതായത് 1.2 KVAയുടെ സ്റ്റെബിലൈസർ വേണം സെലക്ട് ചെയ്യാൻ. നമ്മൾ സാധാരണ വീട്ടാവശ്യങ്ങൾക്ക് 200 വോൾട്ട് ആംപിയർ മുതൽ 10 KVA വരെയുള്ള സ്റ്റെബിലൈസേഴ്സ് നമുക്ക് പ്രിഫർ ചെയ്യാം. കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ സിംഗിൾ ഫേസ് അല്ലെങ്കിൽ 3 ഫേസ് ലാർജ് റേറ്റിംഗ് ഉള്ള സ്റ്റെബിലൈസേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ടെസ്റ്റിംഗ് ഓഫ് എ സ്റ്റെബിലൈസർ. ഒരു സ്റ്റെബിലൈസർ അതിൻ്റെ ഓപ്പറേറ്റിംഗ് റേഞ്ച് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ആവശ്യമാണ്, അതായത് വേരിയാക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു റേറ്റഡ് ലോഡ് ആവശ്യമാണ്, അതായത് ഒരു ലോഡ് ബാങ്ക് ആവശ്യമാണ് വിത്ത് വോൾട്ട് മീറ്റർ ആൻഡ് അമ്മീറ്റർ. നമ്മൾ സ്റ്റെബിലൈസറിനെ താഴെ കാണുന്ന സർക്യൂട്ടിൽ കണക്ട് ചെയ്ത പോലെ കണക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റെബിലൈസറിൻ്റെ നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസിലുള്ള ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ചിൽ നമ്മൾ വേരി ചെയ്യും. അതായത് 170 ടു 260 വോൾട്ട് അല്ലെങ്കിൽ 130 ടു 270 വോൾട്ട് ആ ഒരു റേഞ്ചിൽ വേരി ചെയ്യും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 200 മുതൽ 240 വോൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ സ്റ്റെബിലൈസറിൻ്റെ റേഞ്ച് കറക്റ്റാണ്. അതുപോലെ തന്നെ ഒരുപാട് നേരം സ്റ്റെബിലൈസർ വർക്ക് ചെയ്താലും അതിൽ അനാവശ്യമായിട്ടുള്ള ഹീറ്റിങ് അല്ലെങ്കിൽ ഫെയിലേഴ്സ് എന്നിവ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണ് നമ്മളൊരു സ്റ്റെബിലൈസർ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ സ്റ്റെബിലൈസർ എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ്, വേരിയസ് ടൈപ്പ് ഓഫ് സ്റ്റെബിലൈസേഴ്സ്, സ്റ്റെപ്പ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസർ, മാനുവൽ, അതുപോലെ ഓട്ടോമാറ്റിക് റിലേ ടൈപ്പ്, സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസർ, കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ മുതലായിട്ടുള്ള സ്റ്റെബിലൈസേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.